ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും ലക്ഷം പ്രിയന്മാരിൽ എന്റെ പ്രിയനാണുത്തമ പ്രിയൻ അവൻ മാത്രം മതി എനിക്കിഹത്തിലും പരത്തിലും പാടി ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസീവൻ പ്രയാണം ചെയ്യുകയാ അവനിൽ ഞാൻ പ്രിയം വച്ചെന്നും തിരുസീവൻ പ്രയാണം ചെയ്യുകയാ ഇതുവരെ ലജ്ജിപ്പാൻ സന്നദ്ധി വന്നില്ല പാടി ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും പ്രതികൂല ശക്തികളെന്നെ ചുറ്റും പാളയമിറങ്ങിയെന്നാലും പ്രതികൂല ശക്തികളെന്നെ ചുറ്റും പാളയമിറങ്ങിയെന്നാലും അവരെ ഭയപ്പെടാതെന്നും പാടി ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ പത്തു കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും കഷ്ടതയാകുന്ന ചുള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും കഷ്ടതയാകുന്ന ചുള ഏഴുമടങ്ങായി വർദ്ധിപ്പിച്ചാലും ഈയുടെ ബലം കെടുത്തുന്നവരുള്ളതാൽ പാടി ആനന്ദിക്കും മമ പ്രിയനേ നിജ ഗുണഗണങ്ങൾ
കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. കമ്പിയുള്ള വീണയിൽ പാടി ആനന്ദിക്കുമെന്നും. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ. പ്രിയമുള്ളവരെ, ഈ നല്ലൊരു ദിവസം യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ വരുവാനുള്ള ആ വലിയ ഭാഗ്യം പൊന്നേശു തമ്പുരാൻ എനിക്ക് തന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, അല്പനേരത്തെ നമ്മുടെ ചിന്തയ്ക്കായി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാമത്തെ വചനം നമുക്ക് വായിച്ചു കേൾക്കാം. വലിയ പുരുഷാരം പിൻചെന്ന് അവനെ തിക്കിക്കൊണ്ടിരുന്നു. നമുക്ക് ആ സന്ദർഭം നമുക്കെല്ലാവർക്കും അറിയാം. 12 വർഷമായി രക്തസ്രാവ രോഗം കൊണ്ട് വലഞ്ഞുപോയ ഒരു പാവപ്പെട്ട സ്ത്രീ യേശു ആ വഴിയെ നടന്നു പോകുന്നുണ്ട് എന്നുള്ള വാർത്ത കേട്ട് യേശുവിൻ്റെ അടുക്ക ചെന്ന് തൻ്റെ കഷ്ടങ്ങളും ദുരിതങ്ങളും ഒക്കെ പറഞ്ഞ്, രോഗങ്ങളൊക്കെ പറഞ്ഞ് രോഗശാന്തി നേടാനായിട്ട് പോകുന്ന ഒരു സന്ദർഭത്തിലാണ് ആൾക്കാർ തിക്കി പോവുകയാണ്. ഒരു നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ രക്ഷകനറിയാം എൻ്റെ ആവശ്യമുള്ള, എൻ്റെ ഹീലിംഗ്, എൻ്റെ രോഗശാന്തിയിൽ ആവശ്യമുള്ള ഒരു സ്ത്രീ ഈ പുറകെ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. ആ വസ്ത്രത്തിൻ്റെ ആ ഒരറ്റം, ഒരു തൊങ്ങൽ ഇങ്ങനെ ശകലം കാറ്റത്തിങ്ങനെ നീണ്ട് അങ്ങ് പുറകോട്ട് പോയി. ഈ ആൾക്കാരുടെ തിക്കിനിടയ്ക്ക്, ഈ തിക്കും തിരക്കിനിടയ്ക്ക് ആ കൃശകായായ ആ സ്ത്രീക്ക് യേശുവിൻ്റെ അടുക്ക് വരാൻ പറ്റുന്നില്ല. അന്നേരമാണ് ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ കാറ്റത്ത് മെല്ലെ പറന്നിങ്ങനെ പുറകോട്ട് വരുന്നത്. അപ്പോൾ ഇവൾ ഓർക്കുകയാണ്, ഞാൻ ഈ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം പ്രാപിക്കും എന്നുള്ള ദൃഢവിശ്വാസത്തോടെ ആ സ്ത്രീ യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ ഒന്ന് തൊടുകയാണ്. തക്ഷണം അവളുടെ രക്തസ്രാവം നിലച്ചു. അത്ഭുതമാണ് പ്രിയമുള്ളവരെ. ഈ അത്ഭുതത്തെപ്പറ്റി നിങ്ങളുമായി കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കണമെന്ന് ഞാൻ എൻ്റെ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഞാൻ നിങ്ങളിൽ നിന്നൊന്നും വളരെ വ്യത്യസ്തപ്പെട്ട ഒരു ശ്രേഷ്ഠ വ്യക്തിയൊന്നുമല്ല. ഞാൻ ഏറ്റവും നികൃഷ്ട പാപിയായിരുന്നു. എൻ്റെ കർത്താവിൻ്റെ വചനം എന്നെ തൊട്ട് സൗഖ്യമാക്കിയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ കർത്താവിൻ്റെ ജീവൻ്റെ വചനം നിങ്ങളുമായി പങ്കുവെക്കാനായിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു എന്ന് യേശുവിന് ഉടനെ മനസ്സിലായിട്ട് തിരിഞ്ഞെന്ന് പറഞ്ഞു, ആരാണ് എന്നെ തൊട്ടത്? അതേ ചോദ്യം നമ്മളോട് ഓരോരുത്തരോടും പലവട്ടം സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് ചോദിച്ചിട്ടുണ്ടാവും. യേശുക്രിസ്തു നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവും. നമ്മൾ പള്ളികളിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നുകൊണ്ടിരുന്നപ്പോൾ, ഇല്ലെങ്കിൽ പള്ളി പെരുന്നാളുകൾ ആഘോഷിച്ചുകൊണ്ടിരുന്നപ്പോൾ, ഇല്ലെങ്കിൽ നമ്മൾ പല തീർത്ഥാടന ക്ഷേത്രങ്ങളിൽ മറ്റുള്ളവരോടുകൂടെ തിക്കിത്തിരക്കി നടന്നപ്പോഴൊക്കെ നമ്മളോട് ഒരു ഒറ്റ ചോദ്യം ചോദിച്ചിട്ടുണ്ടാവും. ആർ യു ദ വൺ ഹു ടച്ച്ഡ് മീ? നീ എന്നെ തൊട്ടോ? ആരെല്ലാം അവനെ തൊട്ടോ അവർക്ക് സൗഖ്യം ലഭിക്കും. ഇത് സത്യമായ വചനമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 34-ാമത്തെ വചനം. അവൻ അവളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സമാധാനത്തോടെ പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക. വിശുദ്ധ വേദപുസ്തകത്തിൽ മകളെ എന്ന് യേശുക്രിസ്തു വിളിക്കുന്നത് ഈ സ്ത്രീനെ മാത്രമാണ്. വേറെ ആരെയും എവിടെയും ഈ മകളെ എന്ന് ആരെയും വിളിക്കുന്നില്ല. എന്തോ ഒരു സ്നേഹമാണ്, എന്തോ ഒരു അനുകമ്പയാണ്, എന്തോ ഒരു കൃപയാണ് ദൈവമക്കളെ. ആ വിശ്വാസം. എൻ്റെ പുറകിലത്തെ വചനഭാഗം നിങ്ങളോട് വായിച്ച് കേൾപ്പിക്കാം. ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ഏത്? ഈ നമ്മുടെ രക്തസ്രാവ സ്ത്രീയുടെ കഥയാണ് പറയുന്നത്. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞ്
പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്ന് അവൻ്റെ വസ്ത്രം തൊട്ടു. അതിന് മിന്നലും. എന്താണ് ഈ സ്ത്രീയുടെ യഥാർത്ഥ പരിസ്ഥിതി എന്താണ്? അവളുടെ അവസ്ഥ എന്താണ്? 12 സംവത്സരമായിട്ട് രക്തസ്രാവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്ക് ഉള്ളതൊക്കെയും ചെലവഴിച്ചിട്ട് ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്നു. ഏറ്റവും പരവശയായി തീർന്നിരുന്ന ആ പാവപ്പെട്ട സ്ത്രീ. ഞാൻ ഓർക്കും, നമ്മളും നമ്മുടെ ജീവിതത്തിൽ പല പല ദുഃഖങ്ങളും ദുരിതങ്ങളും, ചിലപ്പം രോഗമായിരിക്കാം, മാറാത്ത രോഗമായിരിക്കാം, ഇല്ലെങ്കിൽ വിട്ടുപിരിയാത്ത ചില രോഗങ്ങളായിരിക്കാം, തലവേദനകളോ ഇല്ലെങ്കിൽ വയറുവേദനകളോ, ഇല്ലെങ്കിൽ എപ്പോഴെപ്പോഴും റിപ്പീറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചില അലർജികളായിരിക്കാം, പല മരുന്നുകൾ ചെയ്തിട്ടും മാറി മാറി ചെയ്തിട്ടും ഭേദാകാത്ത പല രോഗങ്ങളായിരിക്കാം, ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള അസമാധാനങ്ങളായിരിക്കാം, ചെറിയ ചെറിയ വഴക്കുകൾ, പടലപ്പിണക്കങ്ങൾ. എപ്പം നോക്കിയാലും അത് നമ്മൾ ഇപ്പം തീരും പിന്നെ തീരും എന്ന് വിചാരിച്ചാലും ഭക്ഷണത്തിൻ്റെ സമയത്തോ അല്ലാതെയുള്ള സമയങ്ങളിലോ ഒക്കെ മക്കളുമായിട്ടും ഇല്ലെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലും ഇല്ലെങ്കിൽ അപ്പനും മക്കളുമായിട്ടും ഒക്കെയുള്ള ഈ പടലപ്പിണക്കങ്ങളാകാം. അത് എപ്പോഴും നമുക്ക് ഇറിറ്റേറ്റ് ആകുന്ന പോലത്തെ സംഗതികളായിരിക്കാം. ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ തീരും പിന്നെ തീരും എന്ന് പറഞ്ഞ് നമ്മൾ ആകുലതയോടെ നോക്കുന്ന നമ്മുടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ദിവസം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കടബാധ്യതയായിരിക്കാം. ഇതെല്ലാം നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം നമ്മളെ വളരെ വിഷമിപ്പിക്കുന്ന സംഗതിയായിരിക്കാം. അതുപോലെ തന്നെ ഈ സ്ത്രീ ഈ 12 വർഷമായിട്ട് നമുക്ക് ചിന്തിക്കണം. യഹൂദരുടെ കാലഘട്ടത്തിൽ യഹൂദ ജനാംഗത്തിനിടയിൽ രക്തസ്രാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു അൺടച്ചബിളിനെ പോലെ ആരോടും പറയാൻ പറ്റത്തില്ല, സമൂഹത്തിൽ ഇറങ്ങി നടക്കാൻ പറ്റത്തില്ല. നമുക്ക് അവർ എല്ലാവരെ പോലെ നോർമലായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർ അത്രയ്ക്കൊരു നികൃഷ്ടമായിട്ട് ആൾക്കാർ നോക്കും. അപ്പോൾ എല്ലാ പൈസയും എല്ലാം പല വൈദ്യന്മാരാൽ ഏറിയൊന്ന് സഹിച്ചു എന്നാണല്ലോ വചനം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി. അങ്ങനെ ഇനി രക്ഷയില്ല, ക്ലോസ്ഡ് ചാപ്റ്റർ, ലൈഫ് ഇനി തീർന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ സന്ദർഭത്തിലാണ് യേശു ക്രിസ്തു അതിലെ നടന്നു പോകുന്നുണ്ടെന്നുള്ള ഒരു വാർത്ത കേൾക്കുന്നത്. അതൊരു വലിയൊരു സംഭവമാണ് പ്രിയമുള്ളവരെ. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരെല്ലാം തീർന്നു, ഇവൻ്റെ ചാപ്റ്റർ ക്ലോസ് ആയി എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് നമുക്ക് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം കേൾക്കുവാനായിട്ടൊരു ഭാഗ്യം ലഭിച്ചാൽ നമ്മളുടെ ക്ലോസായ ചാപ്റ്ററിനെ പുതിയതാക്കി തുറന്നു തരും. എവിടെ നമ്മളെല്ലാവരും തീർന്നു എന്ന് വിചാരിക്കുന്നു, അവിടെ പുതിയ ജീവിതം പൊന്നേശു തമ്പുരാൻ തുറന്നു തരും എന്നുള്ളതിൽ യാതൊരു സംശയവും എനിക്കില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കത്തോലിക്ക സഭയുടെ അംഗമാണ്. എൻ്റെ ജീവിതത്തിൽ സഭയുടെ എല്ലാ ഭരണതലങ്ങളിലും ഒക്കെ ഞാൻ പ്രവർത്തിച്ചവനാണ്. സഭയുടെ റിസോഴ്സ് പേഴ്സണായിരുന്നു ഞാൻ, ക്വയർ ടീമിൻ്റെ മെമ്പറായിരുന്നു ഞാൻ, പല പ്രസംഗങ്ങളും നടത്തിയിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള, എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിട്ട് വളരെ നല്ല രീതിയിൽ ഞാൻ പറയുകയാണെങ്കിൽ അഭിനയിച്ച് നടന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പാപം എന്നെ വിട്ടുപിരിയാത്ത അനേക പാപങ്ങളുണ്ടായിരുന്നു. ഒരു ലജ്ജയും കൂടാതെ ഞാൻ നിങ്ങളോട് പറയാം, എനിക്ക് സിഗരറ്റ് വലിക്കുന്ന ഒരു ദുരാഭ്യാസമുണ്ടായിരുന്നു. ഞാൻ കള്ളു കുടിക്കുമായിരുന്നു. എൻ്റെ അശുദ്ധ ചിന്തകളുണ്ടായിരുന്നു, അശുദ്ധ വിചാരങ്ങളുണ്ടായിരുന്നു, അശുദ്ധ പുസ്തകങ്ങൾ വായിക്കുമായിരുന്നു, അശുദ്ധ വീഡിയോകൾ കാണുമായിരുന്നു. ഇതൊക്കെ നാച്ചുറൽ. അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ പോയി ഒന്ന് കുംസാരിക്കും, കുർബാന കൈക്കൊള്ളും. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലുമൊക്കെ ഒരു ധ്യാനം കൂടും. അവിടേക്ക് എല്ലാം തീർന്നു. മനുഷ്യരായി കഴിഞ്ഞാൽ ഇങ്ങനെ പാപങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു നികൃഷ്ട ജീവിയാണ് ഞാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാഗ്യവശാൽ ഈ വചനം ഒഴുകി വരുന്ന ഉറവിടത്തിലേക്ക് ഞാൻ ഓടി വന്നു. എൻ്റെ 49ാമത്തെ വയസ്സിൽ എനിക്ക് പുതിയ ജീവിതം കിട്ടി എന്ന് ഞാൻ വളരെ സന്തോഷത്തോടെ ദൈവനാമം മഹത്വപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദൈവമക്കളെ, വചനം കേട്ട് എൻ്റെ ജീവിതം മാറ്റുവാനായിട്ടുള്ള ഉറച്ച തീരുമാനം എടുത്തത് കൊണ്ട് ഞാൻ എൻ്റെ സഭ മാറിയില്ല, എൻ്റെ പള്ളി മാറിയില്ല. സഭയല്ല മാറേണ്ടത്, ഹൃദയമാണ് മാറേണ്ടത് എന്ന്. അതുകൊണ്ട് സഭ മാറുന്നതോ പള്ളി മാറുന്നതോ ഇതെല്ലാം സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. എല്ലാ സഭകളിലും പരിശുദ്ധാത്മാവ് നിവേശിതമായ നല്ല നല്ല പ്രാർത്ഥനകളുണ്ട്, നല്ല നല്ല ആചാരങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം വ്യർത്ഥമായി അർത്ഥമറിയാതെ
ജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഇപ്പോൾ അതിനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു നല്ല വ്യവസ്ഥിതികൾ ഇല്ലാത്തതുകൊണ്ടും, അല്ലെങ്കിൽ അത് യേശു ക്രിസ്തുവുമായിട്ടുള്ള ശരിയായ ബന്ധം സ്ഥാപിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോയതുകൊണ്ടും, യേശു ക്രിസ്തു ജീവിക്കുന്ന ഒരു ദൈവമാണെന്നുള്ള ഒരു വസ്തുത ജനങ്ങൾക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കാതെ പോയതുകൊണ്ടുമാണ് നമ്മുടെ ആത്മീയ ജീവിതം നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ഓരോ വചനവും നമുക്ക് അതിന് പിന്നെയും പിന്നെയും പുഷ്ടി തന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് അറിയാം, നമ്മുടെ ജീവിതം യേശു ക്രിസ്തുവിൻ്റെ കയ്യിലാകുമ്പോൾ, യേശു ക്രിസ്തുവിലേക്ക് സമർപ്പിക്കുമ്പോൾ, യേശു ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവം വരും. ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു അകത്തുള്ളവൻ എന്നുള്ളതാണ്. ക്രിസ്തു അകത്തുള്ളവന് ക്രിസ്തുവിൻ്റെ സ്വഭാവമുണ്ടാകും. ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്താണ്? സ്നേഹിക്കുക, സ്നേഹം. ക്രിസ്തു അകത്തില്ലെങ്കിൽ നമ്മൾക്ക് എന്തു വരും? നമുക്ക് ജഡത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും നമ്മളിൽ വരും. വിശുദ്ധ പൗലോസ്ലിഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19, 20, 21 വചനങ്ങളിൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെപ്പറ്റി പൗലോസ്ലിഹ കൃത്യമായിട്ടും പറയുന്നുണ്ട്. ജഡത്തിൻ്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഷാഢ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ. പ്രിയമുള്ളവരെ, ഇതെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തികളാണ് എന്ന് നമ്മൾ ഭയത്തോടും വിറയലോടും കൂടി ശ്രവിക്കേണ്ടതാണ്. പിന്നെയും പിന്നെയും നമ്മൾ ശ്രവിക്കേണ്ടതാണ്. നമുക്കിതെല്ലാം ഉണ്ട് എന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മളിലേക്ക് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികൾ കയറിയിട്ടുണ്ടാവും. എന്നിലുണ്ടായിരുന്നു, ഈ എല്ലാ ജഡത്തിൻ്റെ പ്രവൃത്തികളും എന്നിലുണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത് എപ്പോഴാണ്? ഞാൻ ജീവൻ്റെ വചനം ശ്രവിക്കാൻ തുടങ്ങിയ പിന്നെയാണ്. എൻ്റെ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ വചനം ശ്രവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാനൊരു ക്രിസ്ത്യാനിയേ അല്ലായിരുന്നു. എൻ്റെ ഉള്ളിൽ ക്രിസ്തു ഇല്ലായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിനെ പോലെ അഭിനയിച്ചു നടന്നു, ക്രിസ്ത്യാനിനെ പോലെ പ്രസംഗിച്ചു നടന്നു. ഞാൻ ലജ്ജയോടെ പറയുകയാണ്, ഞാൻ പ്രസംഗിച്ച പ്രസംഗങ്ങളൊക്കെ വെറും പാഴ് പ്രസംഗങ്ങളായിപ്പോയി എന്ന് ഞാനിപ്പോൾ ലജ്ജയോടെ ഓർക്കുകയാണ്. മറ്റുള്ളവർ എനിക്ക് നല്ല റേറ്റിംഗ് തന്നിട്ടുണ്ടാവും, നല്ല പ്രസംഗമാണ്, നല്ല രീതിയിൽ കൊട്ടേഷൻസൊക്കെ ഇട്ട് നല്ല പ്രസംഗമായിരുന്നുവെന്ന് മറ്റുള്ളവർ പറഞ്ഞിട്ടുണ്ട്, റേറ്റ് തന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും അത് മാനസാന്തരത്തിന് ഉതകുന്നതായ ഒരു പ്രസംഗമല്ലായിരുന്നു. എനിക്ക് ഇപ്പോൾ കൃത്യമായിട്ടും അറിയാം, ഞാൻ ഒരിക്കലും ഒരു ക്രിസ്ത്യാനി അല്ലായിരുന്നു. പക്ഷേ ഞാൻ ക്രിസ്ത്യാനിയുടെ വേഷം ഉള്ളവനായിരുന്നു. ഞാൻ ക്രിസ്ത്യാനിനെ പോലെ എല്ലാവരും ജോസഫ് എന്നുള്ള പേരുണ്ട്, ക്രിസ്ത്യാനിയാണ്, പള്ളിയിൽ വലിയ ആളാണ്, സഭയിലെ വലിയ ആളാണ്, അവൻ പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറിയാണ്, അവൻ കാത്തലിക് കൗൺസിൽ ഓഫ് കർണാടകയുടെയും കാത്തലിക് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഒക്കെ മെമ്പറാണ്, വലിയ ആളാണ്. പക്ഷേ ഞാൻ ഒരു നികൃഷ്ട ജീവിയായിരുന്നു എന്ന് ഒരു ലജ്ജയും കൂടാതെ പറയുകയാണ് ഞാൻ. നിങ്ങൾ സഭയുടെ പ്രാർത്ഥനകളുടെ അർത്ഥങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങണം, അർത്ഥങ്ങളുടെ ആഴത്തിലേക്ക് ഇറങ്ങി അതിനെ ഇൻ്റർണലൈസ് ചെയ്യണം, മനസ്സിലാക്കുവാനായിട്ട് തുടങ്ങണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ പ്രാർത്ഥനകളും സഭയുടെ പൂർവ്വപിതാക്കന്മാർക്ക് എഴുതിയിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ കൃപയാലാണ്, ദൈവശ്വാസത്താലാണ് അതെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വരുമ്പോൾ എന്താണ് ആത്മാവിൻ്റെ പ്രവൃത്തികൾ? എന്താണ്? അതേ പൗലോസ്ലിഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-ാമത്തെ വചനത്തിൽ വളരെ ഭംഗിയായിട്ട് പൗലോസ്ലിഹ പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൻ്റെ പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. നമുക്കെല്ലാവർക്കും പിന്നെയും പിന്നെയും ചിന്തിക്കാൻ പറ്റുന്ന ഒരു വചനഭാഗമാണ്. സ്നേഹമുണ്ടെങ്കിൽ സന്തോഷമുണ്ട്, സന്തോഷമുള്ളിടത്ത് സമാധാനമുണ്ട്. ഇത് വരണമെങ്കിൽ നമുക്ക് ദീർഘക്ഷമ വേണം, ദയ വേണം, പരോപകാരം ചെയ്യണം, പരോപകാരികളായിരിക്കണം, വിശ്വസ്തത വേണം, നമുക്ക് സൗമ്യത വേണം. അന്നേരം നമുക്ക് ഇന്ദ്രിയ ജയം കിട്ടും. ഇന്ദ്രിയ ജയം, ഇന്ദ്രജിത്തുകൾ ആകുക എന്ന് പറഞ്ഞാൽ, ഇന്ദ്രിയ ജയം നേടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപ നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇന്ദ്രിയ ജയം കിട്ടുള്ളൂ. അതിന് നമ്മൾ യേശു ക്രിസ്തു നമ്മളോട് പറഞ്ഞതുപോലെ
നിങ്ങൾ എന്നോട് ഒട്ടിച്ചേർന്ന് നിൽക്കണം. മുന്തിരിച്ചെടിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് മാത്രമേ ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അത് ഒട്ടിച്ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മുടെ കൂട്ടായ്മയിൽ ദേവദാസന്മാർ നമ്മളോട് പിന്നെയും പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ശാഖ ഒരു ഉച്ചയാകുമ്പോൾ പറയുക, ഞാൻ ഇച്ചിരി നേരം നിന്നിൽ നിന്ന് മാറി നിൽക്കട്ടെ, ഞാൻ വൈകുന്നേരം പിന്നോട് ഒട്ടിച്ചേർന്ന് നിന്നോളാം അന്നും പറഞ്ഞുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ നിന്ന് വിട്ടുപോയി പിന്നെ പോയി ഒട്ടിച്ചേർന്ന് നിൽക്കാൻ പറ്റുമോ പ്രിയമുള്ളവരെ? അങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അത് ഉണങ്ങിപ്പോവും. ഒരിക്കലും അതിന് ഫലം പുറപ്പെടുപ്പിക്കുവാൻ പറ്റുകയില്ല. ഫലം അതിൽ നിന്ന് കിട്ടുകയില്ല. അത് ഉണങ്ങിപ്പോകും. അതിനെ തീയിലെറിഞ്ഞ് കത്തിച്ചു കളയും, ചുട്ടുകളയും. ഈ വചനം എൻ്റെ ഉള്ളിൽ എനിക്ക് കയറിയപ്പോൾ ഞാൻ വിറച്ചുപോയി പ്രിയമുള്ളവരെ. യഥാർത്ഥത്തിൽ ഞാൻ വിറച്ചു. ഇത് ഞാൻ നേരായിട്ടും സത്യമായിട്ടും നിങ്ങളുടെ മുമ്പാകെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ യേശുവാകുന്ന മുന്തിരിത്തണ്ടോട് ചേർന്ന് നിൽക്കാത്ത ഒരു ശാഖയായിരുന്നിട്ട് പോലും എൻ്റെ യേശു എന്നോട് കരുണ കാണിച്ചിട്ട് എന്നെ അതിനെ തീയിലെറിഞ്ഞ് ചുട്ടുകളഞ്ഞില്ല. എനിക്ക് ഭാഗ്യം തന്നു. എന്നെ ഒട്ടിച്ച് ചേർത്ത് നിർത്തി. അതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് പ്രിയമുള്ളവരെ. നമ്മൾക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിനോട് ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഉള്ളവരായി മറ്റുള്ളവരുടെ മുമ്പാകെ നമ്മളുടെ വെളിച്ചം പ്രകാശിക്കുവാൻ തക്കവണ്ണം നമുക്ക് വെളിച്ചമാടങ്ങളാകാം. നമുക്ക് കൂട്ടായ്മയിൽ നിന്ന് നമുക്ക് തരുന്ന ഒരു വലിയ ഒരു വിളിയാണല്ലോ അത്. നിങ്ങളൊക്കെ യു ഷൈൻ ബിഫോർ അതേഴ്സ്. നിങ്ങൾ വെളിച്ചമാടങ്ങളാകണം. എങ്ങനെ? നമ്മളുടെ പ്രവൃത്തികൾ മൂലം, നമ്മുടെ വാക്കുകൾ മൂലം, നമ്മളുടെ ചിന്തകൾ മൂലം, നമ്മുടെ പെരുമാറ്റം മൂലം മറ്റുള്ളവർക്ക് കാണണം. യെസ്, ഹീ ഈസ് ഡിഫറെൻറ്റ്. അവൻ എല്ലാവരെ പോലെ അല്ല. അവനിൽ ഒരു വ്യത്യാസമുണ്ട് അന്ന് തോന്നുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങൾ മാറണം. സിന്ന് എന്നുള്ള വാക്കിൻ്റെ ഇംഗ്ലീഷ് പദത്തിൻ്റെ SIN, ഇത് 3 ഇതെടുത്ത് നോക്കുമ്പോൾ ഐ എവിടെയാണുള്ളത്? ഐ ഇൻ ദ മിഡിൽ ഓഫ് സിൻ. ഇതിനെ നമ്മൾ ശരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഏതൊരു തെറ്റുകൾ സംഭവിക്കുമ്പോഴും അത് ഞാൻ മൂലമാണ്, ഞാനാണ് അതിന് കാരണക്കാരൻ. അത് വീട്ടിലാവട്ടെ, ഇല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലാവട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലാവട്ടെ, എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താതെ ഇത് അവൻ കാരണമാണ്, ഇല്ലെങ്കിൽ അവൾ കാരണമാണ്, ഇല്ലെങ്കിൽ മക്കൾ കാരണമാണ്, ഇല്ലെങ്കിൽ ഇന്നയാൾ കാരണമാണെന്ന് മറ്റുള്ളവരെ കാണിക്കാതെ ഇത് ഞാനാണ് അതിന് ഉത്തരവാദി എന്ന് ഏറ്റു പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ, അങ്ങനെ പറയണമെങ്കിൽ നമ്മളെ തന്നെ ശൂന്യവൽക്കരിക്കണം. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഒന്നുമല്ല കർത്താവേ, ഞാൻ നിൻ്റെ തിരുസന്നിധിയിൽ നിൻ്റെ മഹാപരിശുദ്ധിയുടെ മുമ്പാകെ ഞാൻ ഒന്നുമല്ല കർത്താവേ, ഞാൻ വെറും ഒരു വട്ടപൂജ്യമാണ് കർത്താവേ എന്ന് നമ്മൾ ഏറ്റു പറയുമ്പോൾ അതിനാണ് ആ വട്ടപൂജ്യം എന്നുള്ളതിനെ 0 നിങ്ങൾ മനസ്സിലാക്കി നോക്കിക്കോ. അതാണ് ശൂന്യവൽക്കരണം. അതിനെ ഐയുടെ സ്ഥാനത്ത് കൊണ്ട് ആ പൂജ്യത്തെ ഇട്ടു നോക്കിക്കേ. അന്നേരം നമ്മൾ സണ്ണാവും, ദൈവത്തിൻ്റെ മകനായി മാറും. ദൈവത്തിൻ്റെ മകനും മകളുമായിട്ട് നമ്മൾ മാറും. ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറും. എപ്പോൾ? എൻ്റെ അഹം, ഞാനെന്നുള്ള ഭാവം ഞാനതിനെ മാറ്റിക്കഴിയുമ്പോൾ, ഐ ഇൻ ദ മിഡിൽ ഓഫ് സിൻ മാറിയിട്ട് 0 വന്നു കഴിയുമ്പോൾ സണ്ണായി തീരും എന്നുള്ള ആ ഒരു വലിയ ചിന്ത നമ്മുടെ ഉള്ളിൽ നമുക്ക് സംഗ്രഹിക്കാം. പ്രിയമുള്ളവരെ, ഈ നല്ലൊരു ദിവസം നമുക്ക് നമ്മുടെ പൊന്നേശു തമ്പുരാൻ തന്ന വചനത്തെ നമുക്കൊന്നുകൂടി നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറ്റാം. ആഴമുള്ള വിശ്വാസത്തോടെ ആ രക്തസ്രാവ സ്ത്രീ 12 വർഷമായിട്ട് പല വൈദ്യരാൽ ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി യേശുവിൻ്റെ അടുത്ത് വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചത് മാത്രമല്ല, യേശുക്രിസ്തു അവളെ മകളെ എന്ന് വിളിച്ച്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥയായിരിക്കുക എന്ന് പറയുവാൻ തക്കവണ്ണം അവൾക്ക് വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഞാൻ ഒരു കാര്യം പിന്നെ ഒന്നുകൂടെ തറപ്പിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അന്നേരം ഈശോനെ തിക്കി ഈശോനെ തൊട്ടുകൊണ്ടിരുന്ന അനേക കാര്യങ്ങളുണ്ടായിരുന്നു.
അവർക്ക് കിട്ടാത്ത ആ ഒരു സൗഖ്യം, ആ ഒരു വലിയ സൗഖ്യം ഈ സ്ത്രീക്ക് കിട്ടിയത് അവൾ യേശുവിനെ തൊട്ടതുകൊണ്ടാണ്. നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ യേശുവിനെ തൊട്ടോ? നമുക്ക് യേശുവിൽ നിന്ന് ആ ശക്തി പുറപ്പെട്ടോ നമ്മളിലേക്ക്? മറ്റുള്ളവർ തിക്കിത്തിരക്കുന്ന പോലെ നമ്മളും ഇങ്ങനെ വെറും കാഴ്ചക്കാരായിട്ട് തിക്കിത്തിരക്കി എല്ലായിടത്തും ഇങ്ങനെ ഓടി നടക്കുകയാണോ? പരക്കം പാഞ്ഞ് നടക്കുകയാണോ? നമുക്ക് യേശുവിനെ തൊടാനായിട്ടുള്ള ഭാഗ്യം കിട്ടിയോ എന്ന് നമുക്ക് തന്നെ ചിന്തിക്കാം. ഇന്നത്തെ ഈ അല്പസമയത്തെ ധ്യാനത്തെ നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. പ്രിയമുള്ള ദൈവമേ, ജീവനുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട പൊന്നു കർത്താവേ, ഈ നല്ലൊരു ദിവസം അങ്ങയുടെ സന്നിധിയിലായിരിക്കുവാനും അങ്ങയുടെ ജീവൻ്റെ വചനം കേൾക്കുവാനും അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചു. ആ സ്നേഹം ഞങ്ങളെ അങ്ങയുടെ വചനം കേട്ട് ഞങ്ങളുടെ ജീവിതത്തെ മാറ്റുവാനായിട്ടുള്ള വലിയ കൃപയ്ക്കായി അങ്ങ് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവമേ, ഞങ്ങൾക്ക് കൃപ തരണമേ. മുന്തിരിയുടെ ആ വള്ളിയോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന ശാഖകളെ പോലെ ഞങ്ങളെ ഓരോരുത്തരെയും പൊന്നേശു തമ്പുരാനെ അങ്ങയോടെ സ്നേഹത്തോട് ഒട്ടിച്ചേർത്ത് നിർത്തണമേ. ഒട്ടിച്ചേർന്ന് നിന്നുകൊണ്ട് ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് അനേകായിരങ്ങൾക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ സുഗന്ധം പരത്തുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ നാഥ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള, അറിഞ്ഞും അറിയാതെയും വന്നുപോയിട്ടുള്ള സകല പാപങ്ങളെയും കർത്താവെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധി വരുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ പൊന്നുപാദം ചുംബിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സ്തോത്രം.